ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് അച്ഛനും ദിനുവും കൊച്ചച്ഛനും കൂടെ നമ്മുടെ വണ്ടി കഴുകുന്നതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ദിനു ഒന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണേ. അപ്പം ഞങ്ങൾ 1-ാം തീയതി അവിടെ നിന്ന് പോകുന്നതായിരുന്നു. 1-ാം തീയതി പോന്നു, 2-ാം തീയതി വീട്ടിലെത്തി, 3-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി, 4-ാം തീയതി സർജറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ 1-ാം തീയതി തൊട്ട് ഇതിനു ലീവായിരുന്നു. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ സമയമായി തിരിച്ച്. അപ്പം ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുന്നേ വണ്ടിയൊക്കെ രാവിലെ തന്നെ ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാനുണ്ടോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം, ഇടുന്നില്ലാത്ത തുണികളും അത്യാവശ്യ സാധനങ്ങളും ഒക്കെ വണ്ടിയിൽ പോകുമ്പോൾ കൊടുത്തു വിടാമല്ലോ എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അങ്ങനെ അവർ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ചിറ്റയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലാണ് കേട്ടോ. കടലക്കറിയൊക്കെ വെക്കാനായിട്ട് സവോളയൊക്കെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചായയൊക്കെ വെക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ ജോലികളാണ്. ഞാൻ പിന്നെ എണീറ്റ് വന്ന് ഒരു വണ്ടി കഴുകുന്നിടത്ത് വന്ന് കുറച്ച് നേരം ഒന്ന് വെളിയിലിരിക്കാമെന്ന് വിചാരിച്ച് എണീറ്റ് വന്ന് അവിടെ ഒന്നിരിക്കുകയാണ്. എനിക്ക് ഈ സമയത്ത് അധികം വേദന കുറവുണ്ടായിരുന്നു. കുറച്ചൊരാശ്വാസം ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ഇരിക്കുന്നിടത്ത് എണീക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ നല്ല വേദനയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, തന്നെ എഴുന്നേൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് അതിന് വന്നിട്ട് ചായ കുടിക്കാനായിട്ട് ചിറ്റ എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചായയൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങളിരുന്നു. തനുവാണെങ്കിൽ ഉറക്കമാണ്, പാത്തും ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ധ്യാനാണെങ്കിൽ സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ്. പിന്നെ അച്ഛനും ഉണ്ട്. അച്ഛൻ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. അതിനും കൂടെ പോകുന്നതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ തനു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിങ്ങനെ വരുന്നുണ്ട്. തനുവിനാണെങ്കിലും രാത്രിയാവുമ്പോൾ ഞാനല്ലെങ്കിൽ ഇതിനും ആരെങ്കിലും കൂടെ കിടന്നാലേ അവൾ ഉറങ്ങത്തുള്ളൂ. രാത്രി ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങും, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പുട്ടും കടലക്കറിയും പിന്നെ തലേന്ന് കൊച്ചമ്മ ഉണ്ടാക്കിയ ഇറച്ചി റോസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച. കാര്യം എന്താണെന്ന് വെച്ചാൽ ദിനുവിന് പോകണമല്ലോ. അപ്പം ലേറ്റായിട്ട് കഴിച്ചിട്ട് പിന്നെ ഉണ്ണാനൊന്നും നിൽക്കുന്നില്ല, അങ്ങ് നേരെ ഇറങ്ങാം, എന്നിട്ട് പോകുന്ന വഴിക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചോളാമെന്നും പറഞ്ഞിട്ടാണ് നമ്മളൊന്നിച്ച് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചത്. പിന്നെ കൊച്ചച്ഛനും ചിറ്റയ്ക്കുമാണെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചിറ്റയും കൊച്ചനും കൂടെ റെഡിയായിട്ട് ആ ഫംഗ്ഷന് പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഭാഗത്ത് പോയി നിന്ന് ചോദിക്കുകയാണ്, എപ്പോഴാണ് വരുന്നത്, എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തനു ആണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പൂപ്പനും അമ്മയും കൂടെ എവിടെ പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയി. ഇനിയിപ്പോൾ അവർ പോയിട്ട് വരുന്നതിന് മുന്നേ തന്നെ ദിനുവിനും പോകണം. അപ്പം ദിനു കുളിക്കാനായിട്ടൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ പിന്നെ അവരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദനയാണെങ്കിലും എഴുന്നേറ്റ് വന്ന് ഓരോ പണികളൊക്കെ ആയിരുന്നു അവൾ. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തൂത്തുവാരലും തുടയ്ക്കലും അങ്ങനത്തെ പരിപാടികളെല്ലാം അവളാട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തനു ഇതാ അവിടെ ഇരുന്ന ഒരു കമ്പി ഉണ്ടായിരുന്നു, അതേ കയറിയിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഭയങ്കര കുസൃതിയാണ്. എപ്പോഴും ഒരാൾ പുറകിന് നിൽക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിക്കും. അങ്ങനെ അച്ഛൻ അതേ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ അതേ കയറിയിരുന്ന് ഇങ്ങനെ ചാടി ചാടി കളിക്കുകയാണ്. നന്ദനയും പാത്തും കൂടെ ആണെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോ ഇരുന്ന് കാണുകയാണ്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇരുന്ന് കാണുകയാണ്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. വേദനയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനെ ദിനു റെഡിയായി പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സിലൊരു ഭയങ്കര വിഷമമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മളങ്ങനെ മാറി നിൽക്കാറില്ല. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും നമ്മൾ വളരെ ചുരുക്കമേ മാറി നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഞാൻ കടന്നുപോയ അവസ്ഥ. ആ ഒരവസ്ഥയിൽ ഇരിക്കുമ്പം പെട്ടെന്ന് ദിനു അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടമായിരുന്നു. പിന്നെ ഓരോ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് പാത്തുവിനും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ തനുവിന് പിന്നെ നമ്മൾ സങ്കടപ്പെടുന്ന കണ്ടു കഴിയുമ്പോൾ അവൾ സങ്കടപ്പെടും. അതല്ലാതെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അപ്പ എവിടെ, അപ്പ എവിടെ. ഇപ്പോഴും അവൾ ചോദിക്കും എപ്പോഴും, അപ്പ 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 എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ അതിന് പോകാനായിട്ട് ഇറങ്ങാനെല്ലാം എടുത്ത് വണ്ടിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളും കൂടെ ഞങ്ങളങ്ങ് കൊടുത്തു വിടുക. കാരണം നമ്മൾ പിന്നെ പോകുമ്പോഴത്തേക്ക് അത്രയും ലഗേജ് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ടാറ്റയൊക്കെ പറയുകയാണ് കേട്ടോ തനുവിനോട്. ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛനുണ്ടായിരുന്നതുകൊണ്ട് അവൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പിന്നെ അങ്ങ് എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. പിന്നെ അതുമാത്രമല്ല ഒരു വിഷമം എന്ന് പറയുന്നത്,
ഇപ്പോൾ ഇത്രയും ദിവസം ലീവ് എടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഓണത്തിന് ദിനുവിന് വരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ സമയത്ത് മാറി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആരും ഇല്ലാതെ ദിനു അവിടെ തന്നെ ആയിരിക്കും, ബാംഗ്ലൂർ തന്നെ ആയിരിക്കും ഓണം ടൈമിൽ. അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ഒരു വിഷമമാണ്. എന്ത് ചെയ്യാനാ, ഓരോ അവസ്ഥകൾ നമ്മൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ എല്ലാം എടുത്തു, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും തനുവിനും പാത്തുവിനും എനിക്കൊക്കെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ വഴക്ക് പറയുന്നു, നീ കരയൊന്നും ചെയ്യല്ല, പിള്ളേർക്കും കൂടെ വിഷമാകുന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് കരയുന്നല്ല, നമുക്കറിയാതെ ആ ഒരു സങ്കടം വരുന്നതാണ് കേട്ടോ. അങ്ങനെ മാറി നിൽക്കാത്തത് കൊണ്ടാണ്. പിന്നെ അങ്ങനെ ആലോചിക്കുമ്പം ഈ പുറത്തൊക്കെ വിദേശത്തൊക്കെ താമസിക്കുന്നവരും ഗൾഫിലൊക്കെ നിൽക്കുന്നവരും എങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളങ്ങനെ മാറി നിന്നിട്ടില്ലാത്തതുകൊണ്ട് മാറി നിൽക്കുമ്പം ഭയങ്കര ഒരു വിഷമം. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയാകും. ആ ഒരു സമയത്തേക്ക് നമുക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ ദിനു പോകാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ പോയാലൊരു രാത്രി 11-11:30 ആകുമ്പോഴത്തേക്കും അങ്ങ് എത്തത്തുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ദിനു പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം കൂടെ നിന്നതല്ലേ, ഇപ്പോൾ പോകുമ്പോൾ എന്തായാലും നമുക്കൊരു വിഷമം വരും. പാത്തുവാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്ന് അപ്പ എന്നും പറഞ്ഞ് കരഞ്ഞു. പിന്നെ നന്ദന ഉണ്ടായിരുന്നുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ അവൾ പുറത്തൊക്കെ ഒന്ന് കൊണ്ട് നടന്ന് ഒന്ന് ഓക്കെ ആക്കി നന്ദന എടുത്തിട്ടുണ്ടായിരുന്നേ. അച്ഛൻ പിന്നെ തനുവിനെ എടുത്തുകൊണ്ട് അങ്ങ് മുറ്റത്തോട്ടൊക്കെ നടന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം കരയുന്ന കണ്ടു കഴിഞ്ഞാൽ, പാത്ത് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ അവളും കൂടെ കരയാൻ തുടങ്ങും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി അച്ഛൻ തനുവിനെയും കൊണ്ട് അങ്ങ് മുറ്റത്തോടൊക്കെ നടക്കുമായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവും ഒന്ന് ഓക്കെ ആയൊക്കെ വരുന്നുണ്ട്. മുറ്റത്തൂടെയൊക്കെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവളെയും കൂടി ഒന്ന് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തനുവാണെങ്കിൽ ഇവരെവിടെ പോവാമെന്ന് വിചാരിച്ചിട്ട് നന്ദനയോട് എടുക്കാൻ പറയുകയാണ്. എന്നെയും കൂടെ എടുത്തുകൊണ്ട് പോകാനാണ് തനു പറയുന്നത്. അപ്പോൾ നന്ദന പറഞ്ഞു, ഞാൻ പോകുന്നല്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ നന്ദനയും പാത്തുവും കൂടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തനു ഉള്ളതുകൊണ്ട് ഏത് നേരവും നന്ദനയ്ക്ക് തൂക്കാനേ സമയമുള്ളൂ. കാരണം കഴിക്കുന്നതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവൾ നിലത്ത് നിരത്തും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നന്ദനയ്ക്ക് ഒരു ശകല സമയം ഇരിക്കാനില്ലെന്നും പറഞ്ഞ് ഞാനും പറയും കേട്ടോ. റെസ്റ്റ് എടുക്കാൻ അവൾക്ക് സമയമേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കരിക്കൊക്കെ വെട്ടി കരിക്കും വെള്ളവും കുടിച്ച് അതിൻ്റെ കരിക്കുമൊക്കെ കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദിനുവിനെ വീഡിയോ കോൾ വിളിച്ച് എവിടായി എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തനുവിന് ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ തനു വേറെ ആരും എടുക്കണ്ട, ചേച്ചി എടുത്താൽ മതി എന്നും പറഞ്ഞ് ചേച്ചി എടുത്തുകൊണ്ട് നടന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഓപ്പ വന്നത് കണ്ടില്ലേ, ഓപ്പയുടെ ചേട്ടനാണിത്, ഓമൻ ചേട്ടൻ. അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങുന്നത്, എൻ്റെ അമ്മയുടെ ചേച്ചി. അപ്പം അമ്മ, അതുപോലെ ചേട്ടൻ്റെ വൈഫ് സിന്ധു ചേച്ചി, പിന്നെ അവരുടെ മക്കളാണ് അമൃതയും അപ്പും, ഒരാളും കൂടി ഉണ്ട് ആതിര. അവൾ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ തൂക്കുപാലത്താണ് കേട്ടോ ഇവർ താമസിക്കുന്നത്. അവിടെ നിന്ന് കാണാൻ വന്നതായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ കേട്ടോ, എന്നാലും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വേദനയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം നല്ല വേദനയുണ്ടെന്ന്. അപ്പോൾ വേദനയുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ അവരോട് പറയുമായിരുന്നു. എന്താണെന്നറിയില്ല, ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ വേദനയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ കഴിക്കുന്നുണ്ട്, കുറയൊന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചിട്ടയാണെങ്കിൽ എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കഴിക്കാനായിട്ടും ചിപ്സും അച്ചപ്പവും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇരുന്നിട്ട് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഞാൻ ഇതുവഴിയൊക്കെ നടക്കാമെന്നും പറഞ്ഞ് ചായയും കുടിച്ചുകൊണ്ട് ഞാൻ അതുവഴി നടക്കുമായിരുന്നു. നടന്നു കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസമാണ്. കിടന്നിട്ട് എഴുന്നേൽക്കാനും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞല്ലേ, അപ്പം എങ്ങനെ പോയാലും 1.5 മാസം 2 മാസം എടുക്കും ഞാനൊന്ന് ഓക്കെ ആയി വരാമെന്ന് തോന്നുന്നു. പിന്നെ നടക്കുമ്പോഴാണെങ്കിലും എനിക്ക് നടുവിങ്ങനെ മുന്നോട്ട് തള്ളിയിട്ട് വയറൊക്കെ തള്ളിപ്പിടിച്ച് നടക്കുന്ന ഒരു ശ്വാസം മുട്ടൽ ഫീലൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല സർജറി കഴിഞ്ഞവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് പറയണേ. എനിക്കതൊക്കെ ഒരു ഡൗട്ടാണ്, എന്താണ് ഇങ്ങനെ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞ് നടക്കുന്നതെന്ന്. പുറത്തെന്തോ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനിയിപ്പം നമുക്ക് പുറത്ത് ഡ്രസ്സിങ്ങൊക്കെ ഉണ്ട്, അതുപോലെ സൂച്ചറൊക്കെ എടുക്കാനായിട്ടൊക്കെ പോകേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞു. തനുവാണെങ്കിൽ അവരോട് ഭയങ്കരമായിട്ട് അടുത്തു, എല്ലാവരുടെയും കൂടെ മാറി മാറി പോവായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ ആരെങ്കിലും വരുന്നതും പോകുന്നതും. അങ്ങനെ സിന്ധു ചേച്ചിയും ഓമൻ ചേട്ടനും അമ്മയും അമൃത അപ്പും എല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയെ പിടിച്ച് ഇറക്കി വണ്ടിക്കകത്ത് കൊണ്ട് ഇരുത്താൻ പോകും. അമ്മയ്ക്ക് ഒത്തിരി വയ്യാഴികളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ. ഇവിടെ വന്നിട്ടാണെങ്കിൽ പോലും കാലൊക്കെ പൊക്കി വെച്ച് വേദന എടുക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തനു എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത്
എല്ലാവരോടും ബായൊക്കെ പറയണം. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അച്ഛൻ വിളിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇവിടുന്ന് നേരെ വെള്ളാങ്കണ്ടത്തിനാണ് പോകുന്നത്. ടോപ്പയുടെ അടുത്തോട്ട്. ഓപ്പയുടെ അടുത്ത് പോയി ഓണമല്ലേ വരുന്നത്, അമ്മയെ അവിടെ ആക്കിയിട്ട് അവർ തിരിച്ച് തൂക്കുപാലത്തിന് പോകും. അങ്ങനെ ദിനു പോയ വിഷമത്തിലും വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനവും സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് അവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ദിവസത്തെ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാതെ കാണുന്നവർ കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.